റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓൺലൈൻ ക്ലാസ് ഉള്ള ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാനും കുഞ്ഞൂസും കൂടിയിട്ട് കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കുക്കിങ്ങും പിന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പുറത്തിറങ്ങി. അപ്പോൾ സമയം 5:15 അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മൊത്തത്തിലൊന്ന് ഒതുക്കി വെക്കണം കേട്ടോ. മക്കളൊക്കെ കളിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഇത് സ്കൂളിൽ നിന്നും കിട്ടിയ അരിയാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ആദ്യം തന്നെ അടുക്കി പിറക്കി വെക്കണം. ആദ്യം തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് ഇതാ അവിടെ ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കുഞ്ഞൂസും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുക്കുകളും എല്ലാം ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞൂസിന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒതുക്കി വെക്കാനൊക്കെ. പക്ഷെ ഞാനും ഒപ്പം ഉണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ എണ്ണ കാച്ചുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് കാച്ചുന്നത്. വെളിച്ചെണ്ണയിൽ ചെമ്പരത്തിയുടെ മുട്ട്, അതുപോലെ തന്നെ കറ്റാർ വാഴ, കറിവേപ്പില അതെല്ലാം കൂടി അരച്ചിട്ടാണ് എണ്ണ കാച്ചുന്നത്. രാത്രി ഞാൻ വീറ്റ് പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു വീറ്റ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കലത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ക്ലാസ് നടക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അവിടെ അങ്ങനെ സിങ്കിൽ വെക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ വീറ്റ് പൊറോട്ടയിലേക്ക് ഞാൻ സോയാ കറി ഉണ്ടല്ലോ അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കുറേ പാത്രങ്ങൾ നമ്മുടെ കബോർഡിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ട, ഓരോ സെക്ഷനായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ മോള് ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അമ്മച്ചി ചെയ്യണ്ട, ഞാൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ബോട്ടിൽസും ആദ്യം തന്നെ എല്ലാം പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മാറ്റാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽസൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ച് ഒന്ന് പൊടിയൊക്കെ തട്ടി എന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രമാണ് അകത്തേക്ക് വെക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഈ ബോട്ടിൽസ് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചിട്ട് അകത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷെൽഫുകളിലൊക്കെ ഞാൻ ഇതേപോലെ പേപ്പറുകൾ വെക്കുന്നുണ്ട് കേട്ടോ. പേപ്പർ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും പൊടി പിടിക്കില്ല. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് ഇതാ പേപ്പർ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടി നമ്മൾ എടുക്കുമ്പോൾ പോയാലും അത് അതിൽ ആ ഒരു പേപ്പറിലാണല്ലോ വീഴുള്ളൂ. അപ്പോൾ ഷെൽഫിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ചാൽ ഞാൻ തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ബോക്സ് ഞാൻ ഓയിലൊക്കെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. ഓയിലിൻ്റെ ബോട്ടിൽസ് ഉണ്ടല്ലോ അതൊക്കെ ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ പോവില്ല. അതൊക്കെ ആ പേപ്പർ വലിച്ചെടുക്കും. അപ്പോൾ തുടച്ചിട്ട് ഇതാ ബാക്കിയുള്ളത് ബോട്ടിൽസൊക്കെ ഇതാ മോള് തന്നെയാണ് അത് അങ്ങോട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് വെച്ചത്. പ്ലാസ്റ്റിക്കിൻ്റെ മാത്രമാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ തുടച്ചിട്ട് ഇതാ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ്. അങ്ങനെ കിച്ചണൊക്കെ ഇതാ ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാ ബോട്ടിൽസും തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വീറ്റ് പൊറോട്ട ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഷീറ്റിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് പൊടിയൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ മടക്കി മടക്കി എടുക്കുകയാണ് കേട്ടോ. അത്രയും എളുപ്പമാണ്. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം അതിങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ഇതാ മോള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ വീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ മോളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവളിതാ സോയാബീൻ ഉണ്ടല്ലോ, സോയാ ചങ്ക്സ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കുകയാണ് അവൾ. ഞാനിതാ മസാലയൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ള മസാല ഞാൻ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സോയാബീൻ അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നേരത്തെ കുഴച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കുക, പിന്നെ ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ആദ്യം ഓയിലൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതിങ്ങനെ കുറച്ചൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. നല്ല ചൂടായ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മറിച്ചിടുമ്പോഴൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് ഈ ഒരു വീറ്റ് പൊറോട്ടയ്ക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയുടെ മസാലയൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോയ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നല്ല ലെയറോട് കൂടിയിട്ടുള്ള വീറ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കാസറോളിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ലെയർ കിട്ടണമെങ്കിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ലെയറൊക്കെ വരും. അങ്ങനെ ഇതാ വീറ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലാനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. പിറ്റേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ വീഡിയോസ് എടുക്കണം, ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നത് ഈ ഒരു പ്ലാനറിലാണ് കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ. നമുക്കായിട്ട് കുറേ സമയം കിട്ടുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നാളെ ഉണ്ടാക്കണം അത് എല്ലാം ഇതിൽ ഞാൻ എഴുതി വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാനർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളാണ് കേട്ടോ. കാരണം ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ളത് മറന്നു പോവും. പിന്നെ ഒരുപാട് ഹാബിറ്റ്സ് വളർത്താൻ ഈ ഒരു പ്ലാനർ വഴി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പ്ലാനർ വാങ്ങിക്കണം എന്നൊന്നുമില്ല, ഒരു ചെറിയൊരു നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം നമുക്കിങ്ങനെ കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. കാരണം നമ്മൾ കറക്റ്റായിട്ട് ഇത്ര മണിക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചാൽ കുറേ ടൈം നമുക്ക് ലാഭമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എന്തെങ്കിലും സമയം നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കുക, ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഗുഡ് ഹാബിറ്റ്സ്, എന്തൊക്കെ പുതിയ ഹാബിറ്റ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ഹാബിറ്റ്സ് നമുക്ക് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരുന്നത്. ഇനി നമ്മുടെ പ്രയോറിറ്റീസ്, ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഇതേപോലെ എഴുതി വെച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതി വെക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. പിന്നെ അടുത്തത് ഇന്ന സമയത്ത് നമ്മൾ എണീക്കണം, ഇന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം
വേസ്റ്റ് ആവാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് സമയം ബാക്കിയുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ മക്കളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമാണ് നമ്മളുടേതായിട്ടുള്ള സമയമെന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇഷ്ടമുള്ളത് വായിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ആലോചിക്കാം, എഴുതാം. അങ്ങനെ നമ്മളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു. ഭക്ഷണമൊക്കെ ഇതാ മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീറ്റ് പൊറോട്ടയും അതുപോലെ തന്നെ സോയ ചങ്ക്സിൻ്റെ ആ ഒരു മസാലയും കൂടിയിട്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൻ്റെ ഒരു സൈഡ് ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.